എന്താ പറയുക, അതിന് അത് ബിയോണ്ട് എനി എക്സ്പ്ലനേഷനാണ്. കാരണം വൈ വരതാന്ന് ചോദിച്ചാൽ ഒരുപാട് ഒരുപാട് പറയാനുണ്ട്. കാരണം ഞാനിപ്പോൾ ഒന്ന് ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ്. എനിക്ക് തോന്നുന്നു ഇഫ് നോട്ട് ഭരത് ദർ ഇസ് നോ വൺ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ കല്യാണം വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കല്യാണം നോക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് മാരേജിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. എനിക്ക് ഒട്ടും അങ്ങനെ കൺവിൻസിങ് ആയിട്ടൊരു സംഭവം അല്ലായിരുന്നു മാരേജ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഭരത്തിനോട് അങ്ങനൊരു ഫീലിംഗ് ഡെവലപ്പ് ആയതിനു ശേഷം നമുക്ക് നാച്ചുറലി മാരേജിനോടും ഇൻട്രസ്റ്റ് ആയി. അത് കഴിഞ്ഞ് പിന്നെ ഭരത്തിനെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ തൊട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ പപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഭരത്തിനെ ആദ്യം മീറ്റ് ചെയ്ത് ഭരത്തിനോട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പപ്പ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വരദൂന് വേണ്ടി എങ്ങനൊരു പയ്യൻ വിചാരിച്ചു വെച്ചിട്ടുണ്ടോ അതിനെക്കാട്ടിലൊക്കെ നല്ലതാണ് ഭരത് എന്ന് പപ്പ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അതായത് ഞാൻ അവളോട് പറഞ്ഞു, ഇപ്പോൾ ഒരു കണ്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങാൻ പറ്റിയത്. ലൈക്ക് ഓൾറെഡി ഐ ന്യൂ, അതായത് എങ്ങനെയാവും എന്ന് എനിക്കറിയാം. അതിൽ എനിക്ക് എന്താ പറയുക, ആ എക്സ്പെക്റ്റേഷൻസ് ഡെഫിനറ്റ്ലി എനിക്കറിയാം ഇങ്ങനെ തന്നെ ആകും. പക്ഷെ അത് നേരിട്ട് നമുക്ക് എത്ര എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിലും നേരിട്ടത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഫുൾ ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. കെട്ടിപ്പിടിച്ചോട്ടെ ആക്ച്വലി ഭരത് തന്നെ ലൈക്ക് ഹി ഹാസ് ഓൾവേസ് മെയ്ഡ് മീ ഫീൽ വെരി സ്പെഷ്യൽ എപ്പോഴും. അപ്പം ഐ ഹോപ്പ് ഇനിയും അങ്ങോട്ടും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും.